അങ്ങനെ നമ്മുടെ മൈൽ സ്റ്റോൺ റൗണ്ടിൽ അടുത്തതായി പാടാൻ വരുന്നു സോന.
സോന, മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞ റൗണ്ടാണ് കഴിഞ്ഞത്. നന്നായി പാടാൻ പറ്റിയോ? പാടി ഇമോഷണൽ ആയിപ്പോയി. ഇമോഷണൽ ആയിപ്പോയി. നിങ്ങൾ ഇമോഷണൽ ആയി പോയോ? ഇമോഷണൽ ആയ വേറൊരാളുണ്ട്, സോനയുടെ മകള്. അതെ. എന്ത് പറ്റി? ഫാമിലി ആയിട്ട് ഇമോഷണൽ ആയല്ലോ ഈ അതെ. പാട്ട്. ഇങ്ങ വന്നേ, അടുത്ത് വന്നേ, ചോദിക്കട്ടെ. പാട്ട് കേട്ടിട്ട് ഇമോഷണൽ ആയി പോയോ? ഇഷ്ടപ്പെട്ടോ അമ്മ പാടിയത്? മോളെ, നീയേ ഈ സിനിമ കണ്ടിട്ടുണ്ടോ? ഞാന് മുൻപേ കണ്ടിട്ടുണ്ട്. മോനല്ല, മോള്. ഇല്ല. പിന്നെന്തിനാ കരഞ്ഞ്? അമ്മയുടെ പാട്ട് കേട്ട് ഉണ്ടായ വൈകാരിക വിക്ഷോഭം ആണോ? അമ്മയുടെ പാട്ട് ആണോ? മോള് പറ, എന്താണ് കാരണം എന്ന് പറ. അറിയൂ, കാരണം പറയൂ. പാട്ടാണ് ഇഷ്ടപ്പെട്ടത് അതോ അമ്മയോടുള്ള ഇഷ്ടം കാരണം അമ്മ പാടിയത് കേട്ടിട്ട് ഇമോഷണൽ ആയി പോയതാണോ? അതോ അമ്മ എന്തെങ്കിലും വാങ്ങി തരാതിരുന്നോ? അമ്മ പാട്ട് കേട്ടിട്ടാ. ഇത് ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോഴേ ആള് കരയുന്നുണ്ട്. അപ്പൊ അമ്മ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അയ്യോ. അപ്പൊ ഞാൻ പുറത്തു പോയിരുന്ന് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ഇത് പാട്ട് കേട്ടപ്പോഴേ അവൾക്ക് വലിയ ഇഷ്ടമായി. സോനയ്ക്ക് എന്താ പറ്റിയത്? എനിക്ക് ഇമോഷണലായി. എന്താ കാരണം? പാട്ടിനോടുള്ള ഒരു ഇഷ്ട കൂടുതൽ കൊണ്ടാ, അതാണ്. ആ പാട്ട് ഫീൽ ചെയ്തു, സിസ്റ്റമിലേക്ക് വന്നു. അതെ. മോൾ അവിടെ ഇരുന്ന് കരയുന്നുണ്ടപ്പോ ഞാൻ വല്ലാണ്ട് ടെൻഷൻ ആയിപ്പോയി. എന്താ സംഭവിച്ചതെന്ന്. മോള് ഈ പാട്ട് അമ്മ പാടുന്നതായിട്ടാണോ ആദ്യം കേൾക്കുന്നത്? അത് അതിനു മുമ്പ് സിനിമയിലോ അല്ലെങ്കിൽ പാട്ട് എവിടെയെങ്കിലും ഒക്കെ കേട്ടുണ്ടോ? അമ്മ പാടുന്നവരെ കാണാൻ ആദ്യമായിട്ട് കാണുന്നേ? അമ്മയുടെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന മകളാണ്. അത് ആദ്യമേ പറഞ്ഞു. എന്റെ അമ്മ ഒരു വേദിയില് വലിയൊരു സ്റ്റാർ ആയിട്ട് വേണം എനിക്കും ആ വേദിയിൽ ഒരു ഭാഗമാവാൻ, അല്ലേ? ഫുൾ ഭാഗമായി ഇവിടെ. അതെ, സാധാരണ അമ്മമാരാ അതിന്റെ ഒരു സന്തോഷം. ഇത് മകൾക്ക് അവിടെ ഇരുന്ന് എന്ത് ചെയ്യണമെന്നറിയില്ല. അമ്മയും മകളും രണ്ടുപേരും വികാര നിർഭരിതരായി. ഈ വാക്കുകളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾ തന്നെ മാറ്റിയിട്ട് ഇങ്ങോട്ട് ചോദിക്കുക കേട്ടോ. ഇവിടേക്ക് ഈ സംശയമായിട്ട് വരരുത് പ്ലീസ്. അത് ലിറ്ററേച്ചറിലെ ആളാ ഇപ്പുറത്ത്. അതെ, അതുകൊണ്ട് പറഞ്ഞു നിങ്ങളായി നിങ്ങളെ പാടായി. എന്തായിരുന്നു, ഞങ്ങളെ തന്നെ വേറൊരു ഫീലിലേക്ക് എത്തിച്ചു. സൂപ്പറായിരുന്നു പാടിയത്. പിന്നെ എന്താ ഒരു ഇടർച്ച പോലെ ഉണ്ടായിരുന്നോ? ഫീൽ ആയിപ്പോയി. ഈ വരികൾ കൂടുതൽ ശ്രദ്ധിച്ച് പാടി. അപ്പൊ ആ വരികളിൽ ഓരോ ആലോചിച്ച് പാട്ടുകാര് വരികൾ അറിഞ്ഞ് പാടും, പക്ഷേ വരികളുടെ ഇടയ്ക്ക് കരയരുത്, അത് പാടില്ല. അതെ അതെ. നമ്മൾ കരഞ്ഞു പോയാല് പാട്ടിന് എഫക്റ്റ് ചെയ്യും. നമ്മുടെ ഒരു ഫീല് കൊണ്ട് മറ്റുള്ളവർ കരയണം, അതായിരിക്കണം. അപ്പൊ ഇതിൽ എനിക്ക് തോന്നിയത് സോന ഇടയ്ക്ക് പാടുമ്പോഴത്തേക്കുള്ള ഒരു ഇടർച്ച കാരണം ചില ഭാഗങ്ങള് പെർഫെക്റ്റ് ആവാൻ പറ്റിയില്ല. അതാണ് തോന്നിയ 2-3 കാര്യം. എനിക്ക് തോന്നുന്നു ചരണം തുടങ്ങാൻ ഒരു വയലൻസ് സ്ട്രിങ്സ് കഴിഞ്ഞിട്ട് തുടങ്ങുമ്പോൾ ഒരു പ്രശ്നം പറ്റി. മിഴി നിറയുന്നു തുടങ്ങുമ്പോൾ ഒരു കിൻഷ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി, പ്രശ്നമായി. അതുപോലെ എനിക്ക് ആ വേഴാമ്പൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ വേഴാമ്പലിലെ ആ സംഗതി സൂപ്പറായിരുന്നു. നന്നായി ഉൾക്കൊണ്ട് പാടി. പക്ഷെ ഈ ഉൾക്കൊള്ളൽ പാട്ടിനെ ബാധിക്കാതെ നോക്കണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം, ഞാൻ ആദ്യം വന്ന സോന, ഇപ്പോൾ ഉള്ള സോന, അന്ന് കണ്ട സോന ആര്, ഇന്ന് കണ്ട സോന ആര്? അന്നു കണ്ട നീയാരോ, ഇന്നു കണ്ട നീയാരോ, എല്ലാം എല്ലാം കാലത്തിൻ ഇന്ദ്രജാലങ്ങൾ. എനിക്ക് ഇൻസ്പൈറ്റ് ഓഫ് ഓൾ faults, I really loved your singing. കേട്ടോ? ആ ഒരു മഞ്ജു പറഞ്ഞ ഒരു വേഴാമ്പൽ, that area was superb. Thank you sir. ഇനി പാടുപക്കരയരുത് പ്ലീസ്. നോ. സോന, എന്തായാലും നമ്മുടെ മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞ റൗണ്ടാണ് ഇപ്പൊ കഴിഞ്ഞത്. ആ പാട്ടിന് നല്ല ജഡ്ജ്മെന്റും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇത് ഇൻവോൾവ് ആക്കുമ്പോൾ ഒരു ചെറിയ പ്രശ്നം, അത് അടുത്ത റൗണ്ടിൽ നമുക്ക് നോക്കാം. ഇപ്പൊ എന്തായാലും എൻ ജീവനെ എന്ന് പറഞ്ഞ പാട്ടാണല്ലോ പാടിയത്. അപ്പോ സോനയുടെ ജീവനെ തന്നെ നമുക്ക് അടുത്തേക്ക് വിളിച്ചാലോ? പിന്നെ അല്ല, ജീവനെ അടുത്തേക്ക് വരൂ. പാട്ട് കേട്ടിട്ട് എന്താണ് സോനയുടെ ജീവന് തോന്നിയത്? ഇത്രയും നല്ലൊരു സ്റ്റേജിൽ നന്നായി പാടാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് ഫീൽ ആയിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട്. ഏതാ? ഞാൻ കൺട്രോൾ ചെയ്താണ്, ചെറിയൊരു ഫീൽ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ ഇത് കംപ്ലീറ്റ് ഇമോഷണൽ ഫാമിലിയാണ്. അതെ, എന്ത് പറഞ്ഞാലും കാര്യം, പാട്ട് പാടിയാൻ അപ്പ കാര്യം. കാണാനുള്ള ഈ ഒരു വലിപ്പം മാത്രമേ ഉള്ളൂ. കുഞ്ഞു മനസ്സാ. ബിജു മേനോൻ,
ഞങ്ങളുടെ ബിജു മേനോന്. അതെ അതെ, ഞാൻ വിചാരിക്കുന്ന നെക്സ്റ്റ് ഫിലിമിൽ വിളിക്കായിരിക്കുന്നു. ആരെ വിളിക്കും? അഭിനയിക്കാനാണോ അതോ ഭാര്യയെ പാടാൻ വിളിക്കുന്നതാണോ? രണ്ടും വിളിക്കട്ടെ എന്ന്. അല്ല, ഇപ്പൊ ഫ്രണ്ട്സിനോടും കുറെ പേരോടൊക്കെ മറച്ചു വെച്ചിട്ടാണല്ലോ ന്യൂ ഇയറിനൊക്കെ എത്തിയ കാര്യം പറയാതൊക്കെ ഇരുന്നത്. അതൊക്കെ പിന്നീട് അറിഞ്ഞപ്പോ എല്ലാരും എന്ത് പറഞ്ഞു? എല്ലാരും വളരെ സർപ്രൈസ് ആയി. കണ്ടിട്ട് ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറഞ്ഞു, ഒരുപാട് അഭിനന്ദിച്ചു. അല്ല, നമ്മുടെ ഷോ ഒക്കെ കണ്ടിട്ട് എന്ത് പറഞ്ഞു? എല്ലാവർക്കും വളരെ ഇഷ്ടമായി. അതിന്റെ കൂടെ തന്നെ ഹസ്ബൻഡിന്റെയും കൂടി ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയതിൽ അവരൊക്കെ വളരെ ഹാപ്പിയാണ്. സത്യത്തില് ഈ മ്യൂസിക്കൽ വൈഫ് എന്ന് പറയുന്ന ഒരു അഭിമാനം തോന്നുന്ന ഒരു മൊമെന്റ് ആയിരിക്കും ഹസ്ബൻഡ്സിനായാലും മക്കൾക്ക് വരെ. ഭാര്യമാരിവിടെ വന്ന് പാടുമ്പോൾ അവരൊക്കെ അമ്മമാരാണ്. അപ്പം വന്ന് പാടുമ്പോഴത്തേക്ക് ഉണ്ടാക്കുന്ന ഒരു ഫീല്, ഫാമിലിക്ക് കിട്ടുന്ന ഒരു അഭിമാനം, അത് തീർച്ചയായിട്ടും വലിയൊരു കാര്യമാണ്. അപ്പം ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയത് ഫ്ലവേഴ്സ് ആണ്. അപ്പോൾ എല്ലാ ക്രെഡിറ്റും പോകുന്നത് ഫ്ലവേഴ്സിന്. പിന്നെ അത് മാത്രല്ല, ഇവിടെ സോന പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോ ഈ ഫാമിലി മൊത്തം 3 പേര് 3 രീതിയിലായിരുന്നു. അമ്മ കൈകൂപ്പി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, മകള് കരയുന്നു, ജീവൻ കരച്ചിൽ വന്നിട്ട് ഉള്ളിൽ വിങ്ങി പൊട്ടുന്നു. അല്ലെ, അമ്മ ഫുൾ ടൈം പ്രാർത്ഥനയായല്ലോ. അമ്മേ, പ്രാർത്ഥന രക്ഷിച്ചോ? രക്ഷിച്ചെന്നാ തോന്നുന്നത്. അപ്പൊ എന്തായാലും ഫുൾ ഫാമിലി സപ്പോർട്ടായിട്ട് കൂടെ തന്നെയുണ്ട്. നമ്മുടെ ആദ്യത്തെ റൗണ്ട്, സെമി ഫൈനൽ ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. നന്നായി പാട്ട് പാടിയെന്നാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്ന അഭിപ്രായം. അപ്പൊ അടുത്ത റൗണ്ടിൽ കുറച്ചും കൂടി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വരിക. അതെ, കേൾക്കുന്നവർ കരയട്ടെ. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശ്രീകാന്ത്. സോന, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ശരി, അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ അടുത്ത മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്താലോ? നമ്മുടെ പ്രേക്ഷകർ കാത്തിരിക്കുന്നു. അടുത്ത മത്സരാർത്ഥിയുടെ നാട് അങ്ങ് കണ്ണൂരാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം മേഘന. ചിലങ്കേ നിന്റെ താളം രാസലാസ്യ താളം ധും ധും തന ധും തന നന ധുന്ന ധുന്ന ചിലങ്കേ നിന്റെ താളം രാസലാസ്യ താളം ധും ധും തന നന ധുന്ന ധുന്ന ചിലങ്കേ നിന്റെ നിന്റെ താളം. ഗമപ മപദ മപദ പദ നിദ നി സ. ഏകാന്തരാത്രിയിൽ കാമദേവൻ വരും എന്റെ സുന്ദരമാം രാജമന്ദിരത്തിൽ. ഏകാന്തരാത്രിയിൽ കാമദേവൻ വരും എന്റെ സുന്ദരമാം രാജമന്ദിരത്തിൽ. ഞാൻ ഒരു ചന്ദനമണിയറയിൽ, ഞാൻ ഒരു ചന്ദനമണിയറയിൽ കൊഞ്ചും കുളിരി ചഞ്ചലലതയ ആയിരം പ്രതികൾ തൻ സ്വരമായി ഉണരുനി ധും ധും തന നന ധുന്ന ധുന്ന ചിലങ്കേ നിന്റെ താളം രാസലാസ്യ താളം ധും ധും തന നന ധുന്ന ധുന്ന ചിലങ്കേ നിന്റെ നിന്റെ താളം. സനിപ ഗമപ സനിപ ഗമപ സനിപ സനിപ ഗമപ സനി സനിപ പദ ധനി നി 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 സ സനി സമ ഗമപ മമ പദ പദ നി ധനി സനി സ ധനി സനി സ ധനി സ. നീല നേത്രങ്ങള നിത്യദാഹങ്ങള നിന്നെ ഞാൻ
നഖങ്ങളെ കുത്തിയുടർത്തു ധും തന ധും തന നന ധുന്ന ധുന്ന ചിലങ്കേ നിന്റെ താളം രാസലാസ്യ താളം ധും തന നന ധുന്ന ധുന്ന ചിലങ്കേ നിന്റെ താളം. ചിലങ്കേ നിന്റെ താളം. അച്ഛൻ ഈ ജില്ലയിലെ അല്ലാത്ത പോലെ മാറി നിൽക്കുന്നുണ്ടല്ലോ അച്ഛാ. അച്ഛാ ക്യാരക്ടറിൽ നിന്ന് വിട്ട് മാറിയിട്ടില്ലേ? ഇപ്പൊ അതിൽ തന്നെ ഉള്ളത്. അല്ല, കഴിഞ്ഞ ക്വാർട്ടർ ഫൈനലില് അമ്മ ഒന്ന് തകർത്തു പോയി മേഘനയുടെ കൂടെ. അപ്പൊ നമ്മള് അച്ഛനോട് ചോദിച്ചിരുന്നു അടുത്ത റൗണ്ടിൽ അച്ഛന് കേറേണ്ടി വന്നാൽ അച്ഛൻ കേറുമോ എന്ന്. അച്ഛൻ ആ വാക്ക് പാലിച്ചിരിക്കുന്നു അച്ഛാ. ഗംഭീര, വളരെ സന്തോഷമുണ്ട് ആ ഈ സ്റ്റേജിൽ ഇങ്ങനെ ഒരു പെർഫോമൻസ് നടത്താൻ. ആദ്യമായിട്ടാണ് ഇതുപോലത്തെ സ്റ്റേജിൽ നിൽക്കുന്നത്. ഇന്ന് ഞങ്ങളുടെ വിവാഹ വാർഷികം കൂടിയാണ്. ആഹാ. അപ്പൊ അന്ന് തന്നെ ഇതുപോലത്തെ റോള് അഭിനയിക്കാൻ പറ്റിയ സന്തോഷം. അതെ. എത്ര വർഷമായി? 25 കൊല്ലായി. 25 കൊല്ലായി. ഇവിടെ ഒരാളിരുന്ന് ചിരിയോട് ചിരി, അമ്മ ഇരുന്ന് ചിരിയായിരുന്നു. അച്ഛൻ സ്റ്റേജിൽ വരുമ്പോഴേ തുടങ്ങി ചിരിക്കാൻ. ഷോ സ്റ്റെപ്പൊക്കെ പഠിച്ചിട്ടുണ്ടാവുക, ഓ എന്നെ മാതിരി അഭിനയിക്കൂ. അതൊരു നല്ലൊരു അച്ഛനും മകളുമായിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു. അതെ. മേഘന, എന്തായി നമ്മുടെ മത്സരം? എങ്ങനെ നന്നായി പാടാൻ പറ്റിയോ? വലിയ കുഴപ്പമില്ലാണ്ട് പാടാം. കുഴപ്പമില്ലാതെ പാടാൻ പറ്റി. നമുക്ക് പാട്ടിനെ കുറിച്ച് വിശദമായിട്ട് വേണുചേട്ടനോട് ചോദിക്കാം. തുടക്കം ഒരു ചെറിയൊരു ആശയക്കുഴപ്പം അല്ലേ? എന്ത് പറ്റി? അത് പ്രാക്ടീസ് ചെയ്യുമ്പോ ശരിയായി വന്നു. അവിടെ വന്നപ്പോ ഒന്നും കൂടെ ശരിയായിക്കോളൂ കേട്ടോ. വെരി ഗുഡ്, മതി. അപ്പൊ അത് ശരിയായി, വേറെ കുഴപ്പമൊന്നുമില്ല, പറയത്തക്ക വലിയ കുഴപ്പം ഇല്ല. മേഘനയ്ക്ക് ശ്രുതി ഈസ് വെരി ക്ലീൻ. സംഗതിയുടെ ക്ലാരിറ്റിയാണ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് യു അണ്ടർസ്റ്റാൻഡ് അല്ലേ? തൊണ്ട ഡ്രൈ ആയിപ്പോയി. ശരി അച്ഛൻ ഗുഡ് ഗുഡ് ഗുഡ്. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഇവിടെ മിക്കവാറും ഒരു ടേബിളില് സൈഡില് ബിസ്ക്കറ്റ്, വെള്ളം, ഓക്സിജൻ സിലിണ്ടർ ഇതൊക്കെ വെക്കേണ്ടി വരും. എല്ലാവർക്കും വരുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്ലേറ്റും വെക്കാൻ, അങ്ങനെയൊക്കെ കുറെ സംവിധാനം ചെയ്യേണ്ടി വരും അല്ലേ? ചിരി അത്ര ഉള്ളൂ. മേഘന സെമി ക്ലാസിക്കലിന് നല്ലൊരു പാട്ട്, നല്ല സെലക്ഷൻ ആണ്. ഞങ്ങളുടെ ടോപ്പ് ബാൻഡിന്റെ ഗംഭീര പ്രകടനമായിരുന്നു, സൂപ്പറായിരുന്നു അവര്. മേഘന പാടിയതിനകത്ത് എനിക്ക് തോന്നിയ 2-3 കാര്യങ്ങൾ. ഒന്ന്, ആ സ്വരം പഠിച്ചത് ഇടയിലുള്ള സ്വരം ഫിനിഷ് ചെയ്തപ്പോഴത്തേക്ക് സ്ലിപ്പായി, അത് ഫുൾ പാടാൻ പറ്റില്ല, ഡ്രൈ ആയിപ്പോയി തൊണ്ട. അതുപോലെ ലാസ്റ്റ് ഫിനിഷ് ചെയ്ത സ്ഥലം, ആ ഹമ്മിങ് കുറച്ച് അവിടെ ഇവിടെ ഒന്ന് റെഡിയാക്കാനുണ്ട്. ഫീലിനോടൊപ്പം ഇതിൽ നോട്ട്സും കൂടി ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതാണ് ഈ സെമി ക്ലാസിക്കൽ റൗണ്ടിൽ. അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഗുഡ്. എന്തായാലും തമ്പുരാൻ അതേ ക്യാരക്ടർ തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ മേഘനയുടെ അച്ഛനാവാൻ വേണ്ടിട്ട് പറഞ്ഞു വിടാം അല്ലേ? അതെ, ഒരു ഷർട്ട് ഇട്ടാ കൊള്ളാം എന്നുണ്ട്. ഷർട്ട് ഇട്ടാ കൊള്ളാറുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും മേഘനയുടെ അച്ഛനായിട്ട് വരട്ടെ. മേഘന, അങ്ങനെ നമ്മുടെ സെമി ഫൈനലിലെ ഒരു റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട്, ഇഞ്ഞൊരു റൗണ്ടും കൂടി ഉണ്ട്. അതൊക്കെ പോട്ടെ, നമ്മുടെ കണ്ണേട്ടൻ അവിടെ, കണ്ണേട്ടനെ കാണാൻ. കണ്ണേട്ടൻ ഇപ്പം ഓഫീസിലാണ്. ഓഫീസിൽ പോയി തിരിച്ചു പോയി. ഓടി രക്ഷപ്പെട്ടതാണോ? ഓടി രക്ഷപ്പെട്ടതല്ല, തിരക്ക്. അല്ല, അന്നത്തെ സർപ്രൈസിന് ശേഷം എന്ത് പറഞ്ഞു? നല്ല സന്തോഷമായി. കണ്ണേട്ടൻ ഹാപ്പിയാണ്. കണ്ണേട്ട അച്ഛനും അമ്മയും എവിടെയാണ്? നാട്ടിലാണുള്ളത്. വരണമെന്ന് വിചാരിച്ചിരുന്നു, വരാൻ പറ്റിയില്ല. പിന്നെ എന്റെ ഇളയച്ചനും ഇളയമ്മയും വെല്ലിമ്മയും വന്നിട്ടുണ്ട്. ശരി. അല്ല മേഘന, ഇപ്പൊ കണ്ണേട്ടൻ സർപ്രൈസ് ആയിട്ട് ഈ വേദിയിലോട്ട് വന്നു. അപ്പൊ കണ്ണേട്ടന്റെ അച്ഛനും അമ്മയും എന്തുകൊണ്ട് വന്നില്ല? വിളിച്ചില്ലേ? മേഘന വിളിച്ചില്ലേ? വിളിച്ചു. നമുക്ക് തിരക്കായോണ്ട് അമ്മ വർക്ക് ചെയ്യുന്നുണ്ട്. എന്താ ചെയ്യുന്നേ? ഡെവലപ്മെന്റ് ഓഫീസർ, പാനൂർ ബ്ലോക്കില്. ഓക്കെ. അപ്പൊ എന്നാലും ഫോണൊക്കെ വിളിച്ച് സപ്പോർട്ടൊക്കെ തരാറുണ്ട്? ഉണ്ട്, നല്ല ധൈര്യം തരാറുണ്ട്. വിളിച്ചപ്പോ നല്ല ധൈര്യം തന്നു. ഇങ്ങനെ ഒരു ബാക്ക് ബോൺ ആയിട്ട് നിക്കാന്ന് പറഞ്ഞോ? ബാക്ക് ബോൺ ആയിട്ട് നിക്കാന്ന് പറഞ്ഞോ? ബാക്കില് നിക്കാന്ന് പറഞ്ഞു. ബാക്കിലേക്കൊന്ന് നോക്കൂ.
അങ്ങനെ ബാക്ക് ബോൺ ആയിട്ട് ദാ ഈ വേദിയിൽ നിൽക്കുവാണ്. അതെ. സർപ്രൈസ് ആയോ? ഞങ്ങൾ എങ്ങനെയാ, എന്താണ് പറയാനുള്ളത് ഇവരോട്? പെർഫോമൻസ് ഉണ്ടായിരുന്നോ? ശരിക്കും ആസ്വദിച്ചിട്ടുണ്ട്. ആസ്വദിച്ചു. സംഗീതപരിചയം കാര്യങ്ങളൊന്നും അറിയാതെ കൊണ്ട് കേൾക്കാൻ പറ്റി, ആസ്വദിക്കാൻ പറ്റി, അത്ര തന്നെ. അമ്മ വളരെ സന്തോഷമുണ്ട്. ആഹാ, നിങ്ങൾ വരുന്നില്ല എന്നൊക്കെ ചോദിച്ചപ്പോ എന്തോ ജോലി തിരക്കൊക്കെ കാരണം വരാൻ പറ്റിയില്ല എന്നൊക്കെയാണ് മേഘനോട് പറഞ്ഞത്. വരാൻ പറ്റൂലെന്ന് വിചാരിച്ചതാണ്. ലാസ്റ്റ് മൊമെന്റ് എല്ലാം ജോലിയൊക്കെ മാറ്റി വെച്ച് വന്നു. മേഘന ആ ഞെട്ടലിൽ നിന്ന് മാറിയിട്ടില്ലേ? ഇല്ല. എന്തായാലും മേഘന വളരെ ഹാപ്പിയായി. മേഘനയുടെ ഫാമിലിന്ന് എല്ലാരും വന്നിട്ടുണ്ട്. അമ്മ, അച്ഛൻ, അനിയൻ, ഇളയമ്മ, ഇളയച്ചൻ, വല്യമ്മ, ഹസ്ബൻഡിന്റെ അച്ഛനും അമ്മയും, ഫുൾ ഫാമിലിയാണ്. ഇത്രയും സപ്പോർട്ട് ഉണ്ട്, പിന്നെ എന്ത് വേണം? കണ്ണേട്ടനോട് എന്തെങ്കിലും പറയാനുണ്ടോ ഈ ഒരു സമയം? സാരില്ല, പുള്ളി വന്നിട്ടില്ല. സർപ്രൈസ് ആയിരിക്കില്ല, പേടിക്കണ്ട. ഡോണ്ട് വെറി. മിസ് ചെയ്യുന്നുണ്ടോ കണ്ണേട്ടനെ? അതുണ്ടാവുമല്ലോ. ഉണ്ടാവല്ലോ. അപ്പൊ എന്താണ് കണ്ണേട്ടനോട് പറയാനുള്ളത്? പറഞ്ഞോളൂ. വേഗം വാ തന്നെ. ശരി, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. നിങ്ങൾ രണ്ടുപേരും ഈ വേദിയിൽ മേഘനയുടെ കൂടെ തന്നെ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ നിങ്ങളുടെ ഫാമിലി കൊടുക്കുന്ന സപ്പോർട്ട് ഇനിയും തുടരുക. മേഘനയെ നമുക്ക് ഫിനാലയിലും കാണണം. ഓക്കെ, അപ്പൊ നന്നായി പ്രാക്ടീസ് ചെയ്യാം. സെമി ഫൈനൽ ഒരു റൗണ്ടും കൂടി ഉണ്ട് അല്ലേ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. जिया जिया रे जिया रे जिया जिया रे जिया रे जिया जिया रे जिया रे जिया ओ जिया रे जिया रे जिया जिया रे जिया रे जिया जिया रे जिया रे जिया ओ चली रे जुनू को लिए पिंजरे दिल का शिकरा खुदी से मैंने इश्क किया रे जिया जिया रे जिया रे जिया जिया रे जिया रे जिया जिया रे जिया रे जिया ओ जिया रे जिया रे जिया जिया रे जिया रे जिया जिया रे जिया रे जिया ओ for Akira, pump it up, move aside, she's here, hey get up, everybody wanna be her, wanna see her, she's Akira. छोटे छोटे लम्हों को तितली जैसे पकड़ो तो हाथों में रंग रह जाता है पंखों से जब छोड़ो तो वक्त चलता है वक्त का मगर रंग उतरता है अखीरा उड़ते उड़ते फिर एक लम्हा मैंने पकड़ लिया रे जिया जिया रे जिया रे जिया जिया रे जिया रे जिया जिया रे जिया रे जिया ओ जिया रे जिया रे जिया जिया रे जिया रे जिया जिया रे जिया रे जिया ओ Hey, hey, make the way for a
जिया रे जिया जिया रे जिया रे जिया जिया रे जिया रे जिया ओ जिया रे जिया रे जिया जिया रे जिया रे जिया जिया रे जिया रे जिया ओ चली रे जुनू को लिए पिंजरे से उड़ा दिल का शिकरा खुदी से मैंने इश्क किया रे जिया जिया रे जिया रे जिया जिया रे जिया रे जिया जिया रे जिया रे जिया ओ जिया रे जिया रे जिया जिया रे जिया रे जिया जिया रे जिया रे जिया ओ जिया रे जिया रे जिया जिया रे जिया रे जिया जिया रे जिया रे जिया ओ മൈൽ സ്റ്റോൺ റൗണ്ട് ആയാലോ? മൈൽ സ്റ്റോൺ റൗണ്ട് നല്ല താഴെ കല്ലായിട്ടുള്ള പാട്ടുകളുമായിട്ട് നമ്മുടെ മ്യൂസിക്കൽ വൈസ് വരുന്നു. അതെ, അപ്പോ അവരെ സ്വാഗതം ചെയ്താലോ? വരട്ടെ, വിളിക്കൂ. അപ്പോ അടുത്ത മത്സരാർത്ഥി വരുന്നത് അങ്ങ് കോഴിക്കോട് നിന്നാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ആതിര വിജിത്ത്. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ സ്നേഹാർദ്രമോ ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ നിൻ മൗനമോ മാനമായി നിൻ രാഗമോ പാളമായി എൻ മുന്നിൽ നീ പുലർകന്യയായി ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ ധനിധ പമ പദനിധ പമഗരി ഗമ പദനി സരി മഗരി സനിധ പമഗരി ഗമ പദ സരി ഗമ പനി സരി ഗമ പദാല സരി ഗമ പ ധനിധ പദ ധനി ഗരി നിധ മഗരി സരി ഗമ രി ഗമ പ ഗമ പദ ಮ പദനി ഗരി നിധ സനി നിധ തപഗരി നിധ സനി നിധ തപഗരി നിധ സനി നിധ തപഗരി സനി ധ പ സരി ഗമ പരി ഗമ പദ ഗമ പദനി ഗരി സനി ധരി സനി ധ പദനി ധ പദ രി ഗമ പദ സരി ഗമ പനി സരി ഗമ പദ പ്ലാവില പുൻതളികയിൽ പാൽ പായസച്ചോറുണ്ണുക
പൊൻതന്തിയിൽ സ്നേഹാർദ്രമോ ഏതോ പദം തേടുന്നു നാം. ഈ നമ്മളിൽ നിൻ മൗനമോ പൂമാനമായി, നിൻ രാഗമോ പൂപാളമായി, എൻ മുന്നിൽ നീ പുലർകന്യയായി. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ. അതിരാ എന്തോ ഇഷ്ടപ്പെട്ട പാട്ടാണോ? അതെ, ഇഷ്ടപ്പെട്ട പാട്ട് തന്നെ മൈൽ സ്റ്റോൺ റൗണ്ടിൽ പാടിയിട്ടുണ്ട്. വേണു ചേട്ടാ, ഏയ് അതിരയുടെ പാട്ടിനെ കുറിച്ച്. സാധ്യം താങ്ക് യു സോ സർ. ഗുഡ്, വെരി ഗുഡ് കേട്ടോ. താങ്ക് യു സർ. ഞാൻ ഒന്ന് എണിറ്റ് നിന്ന് ആഹാ, കലക്കി. ഈ പാട്ട് ഒരാള് കേൾക്കാനുണ്ട്. ആരാ? നമ്മുടെ ശരത് അണ്ണാച്ചി. അതെ, ഐ ഹോപ്പ് ഹി ഹിയേഴ്സ്. ശരത് നല്ലൊരു ന്യൂ സിംഗർ. ആതിര കേട്ടാ, ശ്രദ്ധിക്കും. താങ്ക് യു സർ. മനോഹരമായിട്ട് പാടി. താങ്ക് യു. ഒരു കുഴപ്പവും ഇതിൽ പറയാനില്ല. താങ്ക് യു സർ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വോയിസ് കൺട്രോൾ. യു ഹാവ് ഗോട്ട് ഇറ്റ് നൗ. നന്നായി പാടി. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. മഞ്ജരി. അതിനാ ഇന്ന് കൊച്ചു കുട്ടിയായിട്ടുണ്ട്. അതെ, ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സുന്ദരിയായിട്ടുണ്ട്. താങ്ക് യു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ട്. ഞങ്ങൾക്കൊക്കെ ഈ പാട്ട് ജസ്റ്റ് ഇങ്ങനെ വായിച്ചു കേൾക്കാൻ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അത് മനോഹരമായിട്ട് പാടി. താങ്ക് യു. ചേട്ടൻ പറഞ്ഞ പോലെ ആ വോയിസിന്റെ മോഡ്യുലേഷൻ ഒക്കെ നന്നായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതിന് മുന്നത്തെ പെർഫോമൻസിൽ ഒരുപാട് സ്ട്രെസ് കൊടുക്കുന്നു എന്നൊരു ഒരു വിമർശനം ഉണ്ടായിരുന്നു. അത് മാറി. അറ്റാക്കിംഗ് കുറച്ച് കൂടുതലായിരുന്നു. അതെ, അതിപ്പോ മാറി. എനിക്ക് അതില് പല്ലവി പാടിയതില് ഒരു നോട്ട് അതിലില്ലാത്തൊരു നോട്ടാണ് അതിര പഠിച്ചത്. അത് മാറ്റണം കേട്ടോ. ഒന്നത് പാടിയ നിൻ മൗനമോ പൂമാനമായി. മൗനമോ പൂമാനമോ, നിൻ രാഗമോ പൂപാളമോ, തരരാരീരി തരരാരീരി. എൻ മുന്നിൽ നീ. അതെ, നിന്നാ പാടിയത്. തരരാരീരി, അതാണ് നോട്ട്. അത് രണ്ട് സ്ഥലത്തും അങ്ങനെ. ഞാൻ വിചാരിച്ചു ഇനി അത് ഇംപ്രൂവൈസ് ചെയ്ത് ഒരു സ്ഥലത്ത് മാത്രം പാടിയതാണോ? അത് ശ്രദ്ധിച്ചൊന്ന് പഠിക്കണം. ആ പാട്ട് നമ്മൾ സ്റ്റാമ്പ് പോലെ രജിസ്റ്റേർഡ് ആയ ഒരു സാധനമാണ്. അപ്പൊ ആ ഒരു നോട്ട് മാറുമ്പോഴത്തേക്ക് ആ ഒരു പാട്ടിന്റെ ഒരു ഛായ മാറുന്നു. അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അതല്ലാതെ മനോഹരമായിട്ട് പഠിച്ച് പാടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ മൈൽ സ്റ്റോൺ എന്ന് പറയുന്ന റൗണ്ടിലൂടെ നമ്മുടെ മ്യൂസിക്കൽ വൈസ് ഒക്കെ ഈ ഷോയുടെ മൈൽ സ്റ്റോൺ ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അതെ അതെ. എന്തായാലും രണ്ടുപേരും നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ നന്നായി പ്രാക്ടീസ് ചെയ്യാ. വീട്ടിൽ നിന്ന് ആരൊക്കെ വന്നിട്ടുണ്ട്? വീട്ടിൽ നിന്ന് അച്ഛനുണ്ട്. അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛാ നമസ്കാരം. അച്ഛൻ കടന്നു വരൂ, വേദിയിലോട്ട് വരൂ. അച്ഛൻ ആദ്യമായിട്ടാണ് ഈ ഒരു വേദിയിൽ വരുന്നത് അല്ലേ? വേദിയിൽ ആദ്യമായിട്ടാണ്. എല്ലാ ദിവസവും ഇവിടെ വന്നായിരുന്നു. ഇപ്പതാ ഇവിടെ വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. എങ്ങനെ മകളുടെ പാട്ട് ഇഷ്ടപ്പെട്ടോ? ഒരുപാട് ആസ്വദിച്ചോ? നന്നായിട്ട് പാടിയിട്ടുണ്ട്. ആദ്യ റൗണ്ടിൽ ഉണ്ടായിരുന്ന ആതിരയാണോ ഇപ്പോൾ ഉള്ള ആതിര? അല്ലല്ല, നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അതിലേറ്റവും അനുഗ്രഹം എന്ന് പറയുന്നത് രണ്ട് ജഡ്ജസിന്റെ മുമ്പാകെ പാടാൻ കഴിഞ്ഞല്ലോ. അതെ, അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അച്ഛന് വലിയ ഭാഗ്യമാണ് ഇങ്ങനെ ഒരു മോളെ കിട്ടിയത്. അതെ, അസലായിട്ട് പാടുന്ന ഒരു സുന്ദരി കുട്ടി. ഞാൻ അറിഞ്ഞു ആതിരയുടെ മോള് നന്നായി പാടുന്ന. ശരിയാണോ? അതെ. എവിടെ പാടും? വന്നില്ല. ക്ലാസ് ഉണ്ടോ? ഹസ്ബൻഡ് പാടും. ആണോ? കഴിഞ്ഞ പ്രാവശ്യം നല്ല ഉടുപ്പൊക്കെ ഇട്ട് ഇവിടെ പാടാൻ വേണ്ടി വന്നതാ. പക്ഷെ ആ സമയപ്പത്തേക്കും പാവം ഉറങ്ങിപ്പോയി. അതെ അതിര, അച്ഛൻ പാട്ട് പാടുവോ? ഇല്ല ഇല്ല. അമ്മ പാടും. അമ്മ പാടും. കണ്ണ് ഇങ്ങനെ നിറഞ്ഞ് തുടുക്കുന്നു അല്ലേ? അതെ. എന്തൊരു നിമിഷം. തീർച്ചയായിട്ടും നമ്മള് ഈ ഒരു ഷോയിലൂടെ ഇത്തരത്തിലുള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ നേരിട്ട് കാണാനുള്ള ഒരു വലിയ ഭാഗ്യം നമുക്ക്. വേറൊരു കാര്യം ചോദിക്കട്ടെ, ഒരു വേദിയിൽ ആദ്യമായിട്ടാണോ അച്ഛനും മകളും ഒരുമിച്ച് നിൽക്കുന്നത്? അല്ലല്ല, ഇതിനു മുമ്പ് നിന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിന്റെ സന്തോഷാണ് അല്ലേ? അതെ, സന്തോഷമാണ്. നല്ല കമന്റ് ആണല്ലോ കിട്ടിയിരുന്നത്. അതിലുള്ള സന്തോഷമാണ്. അതിലേക്ക് ഒരു പ്രൊഫഷണലിസം ഉണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് വേദികളിൽ പാടിയതിന്റെ ഒരു അനുഭവം വെച്ചിട്ട്
ആ ഒരു പ്രൊഫഷണലിസം ഉണ്ട്. പിന്നെ പെട്ടെന്ന് പറയുന്ന സാധനങ്ങൾ പിക്ക് ചെയ്ത് പാടാനും അതിലൊരു മാറ്റം വരുത്താനും ഒക്കെയുള്ള ഒരു കഴിവുണ്ട്. നല്ലതാണ്. താങ്ക് യു ചേച്ചി. അപ്പോ ഇനിയും ഇതേപോലെ ഒരുപാട് അവസരങ്ങൾ ഈ വേദിയിലൂടെ തന്നെ ലഭിക്കട്ടെ ആതിര. അപ്പൊ ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. നല്ല അഭിപ്രായങ്ങളാണ് രണ്ടുപേരും പറഞ്ഞിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ആതിരയുടെ ഈ കഴിഞ്ഞ പെർഫോമൻസുകളിൽ ഏറ്റവും നല്ല കമന്റ്സ് ഒക്കെ കിട്ടിയത് ഈ റൗണ്ടിലാണ് അല്ലെ? അപ്പൊ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്കൊരു വാക്ക് തന്നിരുന്നു. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു കിണ്ണത്തപ്പം കൊണ്ടുവന്നു. അപ്പൊ സെമി ഫൈനലിലോട്ട് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹലുവ കൊണ്ടുവരണമെന്ന് പറഞ്ഞിരുന്നു. വാക്ക് പാലിച്ചോ പാലിച്ചില്ലേ? പാലിച്ചു. പക്ഷെ കൊണ്ടുവന്നത് അച്ഛനാണെന്നാണല്ലോ ഞാൻ കേട്ടത്. ശരി, അപ്പോ ഏത് കളറാ? 2 കളറുണ്ട്. ആണോ? ഇനി അലുവ വിതരണമാണ് നമ്മുടെ ഈ വേദിയിൽ നടക്കാൻ പോകുന്നത്. അതാണ് നിനക്ക് ഏത് കളർ വേണ്ടത്? എനിക്ക് എല്ലാ കളറും ഇഷ്ടമാണ്. ശരി, എങ്കിൽ അലുവ പോരട്ടെ. ഇതൊരു 40 കിലോ കാണുമല്ലോ. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഉള്ളതാ. നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കല്ലേ ഈ പരിപാടി. ഞാൻ പോട്ടെ. വീണകൾ ഷുഗർ കൂടും വെറുതെ. നീ തുടങ്ങ. ഒരു ഓറഞ്ച് കൊടുത്തു, ഒരു ലൈറ്റ് ബ്രൗൺ. എന്ത് കോമ്പറ്റീഷൻ, എന്ത് മത്സരം അല്ലേ? എവിടെന്നാ? കുറ്റ്യാടിന്നാ. അങ്ങനെ വലിയ ഫേമസ് ആയിട്ടുള്ള കടയാണോ? കടയല്ലേ, നമ്മളെ സുഹൃത്തുക്കളുണ്ട് ഇതൊക്കെ ഉണ്ടാക്കുന്നേ. കാലത്തെ എക്സസൈസ്. ഇത് കഴിച്ചാലും അത് വേണ്ടി വരും. ഇത് തട്ടി പറഞ്ഞു പോയാൽ വലിയ സന്തോഷം ഉണ്ടാവില്ല ഈ ചിരിച്ചിരിക്കുന്ന ആൾക്കാരുടെ മുഖത്ത്. പിന്നെ ചേട്ടാ, വെളിച്ചെണ്ണ ഉപയോഗിക്കാതെ തേങ്ങാപ്പാലിൽ മാത്രം ചെയ്ത സ്പെഷ്യലായിട്ട് ചെയ്ത. ഓരോന്നിനും ഓരോ ഫ്ലേവർ ആണ്. ഈ ഓറഞ്ചിന് കുറച്ചുകൂടെ കശുവണ്ടിയുടെ ഒരു ടേസ്റ്റ്. നിങ്ങൾ രണ്ടുപേരും ഒന്ന് കഴിച്ചോളൂ ആദ്യം തന്നെ. ഇവരൊക്കെ കോഴിക്കോടിന്റെ ഉസ്താദുക്കളാണ്. എനിക്കൊക്കെ ഇഷ്ടംപോലെ അലുവ കിട്ടും. എന്നിട്ടാണ് ഒന്നും കൊണ്ടുവരാത്തത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങളുടെ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അന്നൊന്നും ഇതൊന്നും കണ്ടിട്ടില്ല കേട്ടോ. എവിടെന്നാ? തിരുവനന്തപുരത്ത് നിന്നല്ല വരണേ? അവിടെ എത്ര നല്ല പലഹാരങ്ങളുണ്ട്. അടുത്ത പ്രാവശ്യം ബോളി. ബോളി കൊണ്ടുതരാം അടുത്ത തവണ വരുമ്പോ. അംബിസാമീന്റെ തന്നെ കൊണ്ടുവരണം. ഉറപ്പ്, ബോളി കൊണ്ടുതരാം. കിട്ടാത്ത സാധനങ്ങൾ ആലോചിച്ച് വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. കിട്ടിയ സാധനത്തിൽ സന്തോഷിക്കുക. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഒരു ജഡ്ജ് ഇവിടെ ഇല്ല. അതുകൊണ്ട് പോയി. ഈ വേദിയിൽ ഫുഡാണ് ഏറ്റവും പ്രശ്നം. എല്ലാരും അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചെയ്യുന്ന ജോലിയൊക്കെ മറക്കും. എന്തിനു ഞാൻ വരെ മറക്കുന്നു. എനിക്ക് 2 വ്യക്തികളോട് ഒരു അഭ്യർത്ഥന ഉണ്ട്. എന്താ? ഇവരോട് രണ്ടുപേരോടല്ലേ? പറഞ്ഞോളൂ. എന്റെ ഞാൻ ബാങ്കിൽ ജോലിക്കാരുണ്ട്. കക്കട്ട് സഹകരണ റൂറൽ ബാങ്കിൽ ജീവനക്കാരനാണ്. എന്റെ ബാങ്കിൽ എന്റെ സഹപ്രവർത്തകർക്കും അതുപോലെ ഇതും കഴിഞ്ഞ എപ്പിസോഡിൽ കൊണ്ടുവന്നിരിക്കുന്ന കിണ്ണത്തപ്പം ഉണ്ടാക്കിയ എന്റെ നാട്ടിലുള്ള എന്റെ സുഹൃത്തുക്കൾക്കും വലിയൊരു ഹായ് രണ്ടുപേരും ഒന്ന് പറയാം. എല്ലാവർക്കും ഒരുപാട് സ്നേഹം. ഞങ്ങളുടെ വയറ് നിറയ്ക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പൊ ഞങ്ങള് ഹാപ്പിയാണ്. അതെ, ഇതിന്റെ പുറകെ ബില്ലൊന്നും വരില്ലല്ലോ. അല്ലെ, നന്ദിയുടെ പുറകെ ബില്ല് വന്നാലേ. അപ്പൊ താങ്ക് യു സോ മച്ച് ആതിര. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. നന്നായി പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. താങ്ക് യു.
സല്ലാപം കാറ്റു കാണാ കുരുവി പാടി മംഗളം നാളെ മാംഗല്യം താമരപ്പൂ തുമ്പി പോലെ ചന്ദന കുളിരിൽ നീരാടാൻ പെൺകിടാവേ നീ വരുമ്പോൾ നെഞ്ചിലെ താലപ്പൊലി വേണം അരയെന്ന് തൂവലിൽ അണിയാൻ അണിമഞ്ഞിൻ തുള്ളികൾ വേണം നാണം മൂടും കണ്ണും നീതാനാരും കാണാ കാർമുകിലിൻ മഷി വേണം എള്ളോളം നുള്ളിയെടുത്തോട്ടെ മാറോളം മുന്നിൽ വർന്നോട്ടെ മാറോളം മുന്നിൽ വർന്നോട്ടെ. എന്തായാലും നമ്മുടെ മ്യൂസിക്കൽ വൈസിന്റെ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സൂപ്പർ സീനിയേഴ്സും ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു പെർഫോമൻസിനായിട്ടുള്ള സമയമാണ്. അപ്പോൾ സീനിയേഴ്സ് പ്ലീസ്. കണ്ടു ഞാൻ മിഴികളിൽ ആലോലമാം നിൻ ഹൃദയം ഓ കേട്ടു ഞാൻ മൊഴികളിൽ വാചാലമാം നിൻ നൊമ്പരം ഓ ഗോപുരപ്പൊൻ കോണിയിൽ അമ്പലപ്രാവിൻ മനം പാടുന്നൊരാരാധനാ മന്ത്രം പോലെ കേട്ടു ഞാൻ മൊഴികളിൽ വാചാലമാം നിൻ നൊമ്പരം ഓ അമ്പൊറ്റിയെ നീ കണ്ടോണ്ടുറങ്ങുമ്പം കൽക്കണ്ട കുന്നൊന്ന് കാണായി വരും കൽക്കണ്ട കുന്നിൻ്റെ ഉച്ചില ചെല്ലുമ്പം അമ്പിളിത്തമ്പ്രാൻ്റെ കോലവും കാണാം ആ കോലത്തെത്തുമ്പോൾ അവിടം എന്തൊരു രസമെന്നോ അവിടെ പാൽക്കാവടിയുണ്ട് അരികെ പായസപ്പുഴയുണ്ട് അവിടെ കാത്തു കാത്തോരമ്മയിരിപ്പുണ്ട് ചാഞ്ചാടിയാടി ഉറങ്ങ് നീ ചരിഞ്ഞാടിയാടി ഉറങ്ങ് നീ ആകാശത്തു ഞാലാട് നീ കാണാക്കിന കണ്ടുറങ്ങ് നീ ഹരിചന്ദന മലരിലെ മധുവായി ഹരമിളകും മൃഗമതലയമായി മാറിലിടയും മാരകേളി ലാലസാവേഗം നീലനിലാ കുളിരിലുലാവും നെയ്യാമ്പൽ പൂങ്കനവായി നിന്തളങ്ങൾ കൺതുറക്കെ കാമനുണർന്നല്ലോ ആ ഹരിചന്ദന മലരിലെ മധുവായി ഹരമിളകും മൃഗമതലയമായി മാറിലിടയും മാരകേളി ലാലസാവേഗം വിരഹങ്ങളേകി ചിന്തി മഴ അഭിലാഷമാകെ
നീലമഴ മഴവിൽ കുളിരഴകു വിരിഞ്ഞൊരു വർണ്ണമഴ. നമ്മളതാ അടുത്ത മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്യാണ്. അടുത്ത മത്സരാർത്ഥി വരുന്നത് കോഴിക്കോട് ജില്ലയിൽ നിന്നാണ്. കോഴിക്കോട് നിന്ന് നമുക്ക് സ്വാഗതം ചെയ്യാം കിൻഷ.
എന്തായിരുന്നു രണ്ടുപേരും? പുള്ളി ക്യാരക്ടർ ആവാൻ വേണ്ടി നടക്കുക. അന്നത്തെ ക്യാരക്ടർ കഴിഞ്ഞ് വീട്ടിലേക്കൊന്നും പോയില്ല, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ പുള്ളിക്ക് ഒരു പൊന്നാട കിട്ടി. അതെ 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 അന്നത്തെ അഭിനയത്തിന്. അതെ. കഴിഞ്ഞ പ്രാവശ്യത്തെ പെർഫോമൻസ് ആയിരുന്നു അതോ ഈ പ്രാവശ്യത്തെ പെർഫോമൻസ് ആണോ കൂടുതൽ നന്നായി ചെയ്യാൻ പറ്റും? ഈ പ്രാവശ്യ പെർഫോമൻസ് ആണ് കുറച്ചുകൂടി നല്ലത് എനിക്ക് തോന്നുന്നു. നല്ലത്. ആക്ടിങ്ങിന് സ്പേസ് ഉണ്ടായിരുന്നു അല്ലേ? അതെ അതെ. ഈ പ്രാവശ്യം അധികം തകർക്കാൻ പറ്റിയില്ല. പാട്ട് ശ്രദ്ധിച്ചായിരുന്നു ഭാര്യ പാടിയത്? ഓ നന്നായി പാടിയോ? ഓ നന്നായി പാടി. കിൻഷ നന്നായി പാടിയോ? കുഴപ്പമില്ലാതെ പാടി. നമുക്ക് ചോദിക്കാം. ഈ കോസ്റ്റ്യൂം അങ്ങ് തെരഞ്ഞെടുത്തിരിക്കുകയാണോ? കഴിഞ്ഞതിലും ഇതുപോലൊരു കോസ്റ്റ്യൂം ആയിരുന്നു. സ്ഥിരം രാജാവാണെന്നാ പറഞ്ഞത്. ഓ, നിങ്ങളുടെ ആരുടെയൊക്കെ ഭാര്യമാർ ഇങ്ങനെ കാലി തൊടും? നിങ്ങളുടെയൊക്കെ വീട്ടില്? ഇവരെ പിന്നെ ബോധാടല്ല ജയരാജ് ഭായ്. വീട്ടിലെ ഭാര്യമാരെ കാല് പിടിക്കോ? നേരെ തിരിച്ചേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു മറ്റേ ആറാട്ട് പടത്തിലെ പോലെ ഒരൊറ്റ വലിയ താഴോട്ടിടാനുള്ള പരിപാടിയാണ്. അങ്ങനെ ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ നാട്ടുകാർ കാണുന്നോണ്ട് അത് ഭർത്താവിന് അങ്ങ് സൂചിച്ചു. അതാണ് ഈ പെർഫോമൻസ് ഇഷ്ടായി എന്ന് പറഞ്ഞത്. ഇങ്ങനെയെങ്കിലും എന്റെ കാലൊന്ന് പിടിച്ചല്ലോ. അതെ, കിൻഷ നാണായിരുന്നു. കിൻഷയ്ക്ക് ഫുള്ള് ഞാൻ എടുത്തിട്ടങ്ങ് അഭിനയിച്ചതാണ്. ഓക്കെ ഓക്കെ. ഭർത്താവ് വരുമ്പോ ഇങ്ങനെ നോക്കുന്നുണ്ട് അവിടെ, ടെൻഷനായിട്ട് സ്റ്റെപ്പ് ഒന്നും തെറ്റിക്കരുത് എന്നൊക്കെ. അല്ല, സുമേഷ് ഏട്ടൻ കിൻഷയുടെ പാട്ടിൽ എങ്ങനെ മയങ്ങി നിൽക്കുമായിരുന്നു. പാട്ട് ആസ്വദിക്കുന്നു, പെർഫോം ചെയ്യുന്നു. ഡാൻസേഴ്സിന്റെ കാര്യം പ്രത്യേകിച്ച് പറയണം കേട്ടോ. അവര് ഗംഭീരമായിട്ട് ഡാൻസ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു ഡാൻസേഴ്സ്. നന്നായി പഠിക്കും. ബ്യൂട്ടിഫുൾ ആയിരുന്നു. താങ്ക് യു മാം. കിൻഷ കഴിഞ്ഞ പ്രാവശ്യം ഷാർപ്പായിരുന്നു, മുകളിലായിരുന്നു. ഇപ്രാവശ്യം 2-3 സ്ഥലത്ത് ഫ്ലാറ്റായി. അപ്പോൾ ബാക്കിയൊക്കെ നികത്തിയിട്ടുണ്ട്. ആ ഷാർപ്പാവുന്ന ഒരു സംഭവം അങ്ങോട്ട് മാറിയിട്ടുണ്ട്. മാക്സിമം ശ്രുതിയിൽ പാടാൻ ശ്രമിച്ചിട്ടുണ്ട്. ചില ഭാഗങ്ങൾ മാത്രം എൻഡിങ്സ് വരുമ്പോൾ കൂട് അങ്ങനത്തെ എൻഡിങ്സ് വരുമ്പോഴത്തേക്ക് അതൊന്നും ഒരു മൈനർ ആയിട്ട് അത് ഫ്ലാറ്റാ. കുറച്ചുകൂടി ഇരുത്തി കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. മറ്റേത് ശരിയാക്കിയില്ലേ? ഇതൊക്കെ നിസ്സാരം. ഇപ്പൊ ഞാൻ ശ്രുതി മാത്രം വെച്ചിട്ട് പാടാൻ തുടങ്ങി. അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയത് അല്ലേ? അത് ശരിയാണ്. ഇനി അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. തീർച്ചയായും എല്ലാം നന്നാവട്ടെ. താങ്ക് യു. കഴിഞ്ഞ പ്രാവശ്യം കിൻഷയ്ക്ക് കിൻഷയായിട്ടുള്ള ബന്ധം അത്ര പോരാ എന്ന് പറഞ്ഞത് ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ പ്രാവശ്യം കിൻഷയെ കൂടെ നിർത്തി മാക്സിമം കൂടെ നിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. വേണു ചേട്ടാ, കിൻഷ നന്നായി പാടി. താങ്ക് യു സർ. അവിടെ ഇവിടെയും ഒരു ഈ ചെറുതായിട്ട് ഒന്ന് റീച്ച് ചെയ്യാൻ ഒരു ഡിഫിക്കൽറ്റി, ചില നോട്ട്സ്, അത്രേ ഉള്ളൂ. ആസ് എ ഹോൾ എൻജോയ്. നിങ്ങൾ ആസ് എ കപ്പിൾ തകർപ്പൻ അഭിനയം അല്ലേ? ശ്രുതി, കിൻഷ വീണ്ടും കേട്ടോ. സംഗതിയുടെ ക്ലാരിറ്റി പ്ലസ് ശ്രുതി ഒന്ന് ശ്രദ്ധിച്ചോളൂ. ശരി, എന്തായാലും ഒരു ഷർട്ട് ഒരു ഗ്യാപ്പ് തരാം. ഷർട്ട് ഇടുന്ന കാര്യം പറഞ്ഞപ്പോഴാ എനിക്കൊരു ചോദ്യമുണ്ട് എന്നോടോ. ഷർട്ടിൽ ചായ മറിഞ്ഞാൽ എന്താകും? ഷർട്ടിൽ ചായ മറിഞ്ഞാൽ എന്താകും? ടീഷർട്ട്. ആരാ പറഞ്ഞെന്നാ? ഇതെന്താ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത ആൾക്കാരാണോ? ഇത് ശരിയല്ല. ഈ ടീഷർട്ട് എന്ന് പറയുന്നത് എനിക്ക് എന്താ അത്രയും വിവരമില്ലാന്നാണോ? ഇല്ലാത്തതുകൊണ്ട് തന്നെയാ പറഞ്ഞത്. അപ്പൊ കിൻഷ പറഞ്ഞതോ? കിൻഷയ്ക്ക് ഈ സാധനം ഒന്നും ഇല്ലല്ലോ. കിൻഷയ്ക്കുണ്ട്, ബുദ്ധിയുണ്ട്. മഞ്ജു കുറച്ചുകൂടി ടഫ് ആയിട്ടുള്ള ചോദ്യം. എന്നാ ശരി, റബ്ബർ ബാൻഡിന് വരാവുന്ന അസുഖം എന്താണ്? വലിവ് അല്ലേ? എവിടെയാ PCR-ഉള്ളവരൊക്കെ എവിടെ? വിളിക്കുന്ന മിനിമം മഞ്ചേരിയുടെ സ്റ്റാൻഡേർഡ് വരുന്നതായിരിക്കും അടുത്ത ചോദ്യം. ഓക്കെ, സുമേഷ് ചേട്ടാ അതൊന്നും കൊണ്ട് പേടിക്കൊന്നും വേണ്ട. ഒരു ഷർട്ടിയുടെ ഗ്യാപ്പ് തരാം. ആ ഗ്യാപ്പിൽ പോയിട്ട് ഷർട്ട് ഇട്ട് വരാം. എന്നിട്ട് ഒരു ചെറിയ ഗെയിം ഉണ്ട് ഇവിടെ. ഓക്കെ, പൊക്കോളൂ, പോയി ഷർട്ട് ഇട്ട് ഓടി വാ. സുമേഷ് ചേട്ടൻ എന്തായാലും ഷർട്ട് ഇടാൻ പോയേക്കാണ്. അപ്പോ ആ ഗ്യാപ്പിൽ നമുക്കൊരു ചെറിയൊരു പരിപാടി ഇവിടെ ഒപ്പിച്ചാലോ? കിൻഷയുടെ മോള് കിൻഷയുടെയും സുമേഷ് ചേട്ടന്റെ പെർഫോമൻസ് ഒക്കെ കണ്ട് അങ്ങനെ കോരി തിരിച്ചിരിക്കായിരുന്നു. അപ്പൊ മോളെ ഇങ്ങ് വന്നേ. ഒരു പാട്ട് പാടിത്തരൂ ഞങ്ങൾക്ക്? പാടിക്കോ. ഏതാ പാട്ട്? ഓക്കെ. അന്തിപ്പൊൻ വെട്ടം കടലിൽ മെല്ലെ താഴുമ്പോൾ മാനത്തെ മുല്ലക്കടവിലെ മാണിക്കച്ചെപ്പ് വിണ്ണിൽ മാണിക്കച്ചെപ്പ് താനാ തിന്തര 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 തനതന തിന്തര തിന്തര താനാ തിന്തര 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 തനതന തിന്തര തിന്തര. താങ്ക് യു. ഒരു കൊച്ചും ഇടുക്കിയാണ്. അതെ, ഒരു കാര്യം ചെയ്യാം. അച്ഛനും അമ്മയും ഒരു ഗെയിമിൽ ഇവിടെ മത്സരിക്കും. അതിൽ വിജയിച്ച ഒരു ഗിഫ്റ്റ് കിട്ടും. ആ ഗിഫ്റ്റ് മോൾക്ക്. ഡീൽ? അവളെ അവളുടെ ഫ്രണ്ട്സും ടീച്ചറും ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്. ജഡ്ജസിനോട് ഒരു ഹായ് പറയുമോന്ന് പറയാൻ. കിൻഷയുടെ മോളുടെ ടീച്ചേഴ്സിന് എല്ലാവർക്കും ഞങ്ങളുടെ രണ്ടുപേരുടെയും
ദാ അച്ഛൻ വന്നു. ഇനി അച്ഛനും അമ്മയ്ക്കും ഈ വേദി വിട്ടു കൊടുക്കും ഗെയിം കളിക്കാൻ. ഓക്കെ, ദാ ഷർട്ടിട്ടു വേറെ ആളെ. അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്ക് ഗെയിം തുടങ്ങിയാലോ? തുടങ്ങാം. അപ്പൊ ഗെയിം എന്താണെന്ന് അറിയാലോ? ഡംഷരാസ് ആണ്. ഓക്കെ, അതായത് ഒരു പാട്ട് നമ്മള് സുമേഷ് ഏട്ടനെ കാണിക്കും. സുമേഷ് ഏട്ടൻ അത് അഭിനയിച്ച് കാണിച്ചു തരണം ഏതാണ് പാട്ടെന്ന്. അത് കണ്ടുപിടിക്കാൻ പാടോ? അത്രേ ഉള്ളൂ, ചെറിയ ഗെയിം. ആയുധം വെക്കാം. പാട്ട് കേൾക്കാം. ഓക്കെ, തുടങ്ങിയാലോ? എന്താ പോക്കിലെടുത്ത് വെക്കണേ? റെഡി ആയതാ ഒന്ന്. ഓക്കെ, പാട്ട് ഏതാന്ന് അറിയണ്ടേ? പാട്ട് കാണിക്കും. റെഡി? കിൻഷ നോക്കല്ലേ. വെരി ഈസി സോങ്. നല്ല പാട്ട്, വളരെ സിമ്പിൾ ആണ്. അപ്പൊ സിമ്പിൾ ആയിട്ട് അഭിനയിച്ച് കാണിച്ചു കൊടുത്തോളൂ. വാ തുറന്ന്. ഊർമിളയോ ഓമലെ അഭിനയിക്ക്. വീടി രണ്ടിലും വേം പറ. അവസ്ഥ ഏത് സിനിമയാ? സിനിമ പാട്ട് തന്നെ ആക്ടർ. രണ്ടാമത്തെ വേർഡ് കാണിക്കോ? രണ്ടാമത്തെ വേർഡ് ആർക്കെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് കാണിച്ചു കൊടുത്താലോ? എന്നാ മഞ്ജരി റിസ്ക് ഏറ്റെടുക്കുന്നോ? മഞ്ജരി കാണിച്ചു കൊടുക്കോ? കാണിച്ചു കൊടുക്കാലോ. ആക്ഷൻ. സുമേഷിന് വേണ്ടി മഞ്ജരി ഗോതയിലേക്ക് ഇറങ്ങുന്നു. ഇറങ്ങും, പറയാം. മൂന്ന് പേര്. രണ്ടാമത്തെ കണ്ടു പഠിക്ക്. ഞങ്ങൾ ഇറക്കിയിരിക്കുന്നു. ദൃഷ്ടി, മിഴി. മഞ്ജരി നാണക്കേടാവട്ടെ പറഞ്ഞു. മഞ്ജരി, കിൻഷ, ശ്രുതി, മഞ്ജരി, ഞാൻ, പാടുന്നു, പറയുന്നു. ഉമ്മ കൊടുക്കണോ? നല്ല ഐശ്വര്യം ഉണ്ടെന്ന്. അതെ, ഞാനേ പോട്ടെ. എങ്ങോട്ടാ പോണേ? എത്തി നോക്കി 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 നിന്നു. പാട്ടാണോ? എന്താ ഇവിടെ സംഭവിക്കുന്നത്? വാട്ട്സ് ഹാപ്പനിങ്? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ കണ്ണ്? എന്തിനായി നീ? അതോ? തോറ്റു. ഇത്രയ്ക്ക് ബുദ്ധിയില്ലാത്ത ഒരാളെ ഞാൻ എങ്ങനെ പഠിപ്പിച്ചു? അതെ, ഇത് എന്താ? താമരയോ? കണ്ടു, ഇത് കണ്ടു. ഇത് അതൊരു മനസ്സിലായില്ല. ഇത്ര നേരായി ഉറങ്ങാൻ ഞാൻ പോവാ. അല്ല, ഓമലാളെ കണ്ടു ഞാൻ. ഇതാണ്. അതെ, അല്ല, ആദ്യം സുമേഷ് കാണിച്ചപ്പോ ഓമലാളെന്നെന്തോ പറഞ്ഞു. അതവിടെ വിട്ടു വന്നിട്ട് മാർക്ക് ഇടുന്നുണ്ടേ. കാണിച്ചു തരാം. സുമേഷിന് ഇങ്ങനത്തെ ഒരു ഗെയിം കളിച്ച ശീലമില്ല. എന്തായാലും സുമേഷ് ട്രൈ ചെയ്തു. അപ്പൊ ഞാൻ വിചാരിച്ചത് സുമേഷ് ചെയ്ത് കാണിച്ചത് ശരിയാവാത്തത് കൊണ്ടാണ് കിൻഷ പറയാത്തതെന്നാ. ഇപ്പോഴെനിക്ക് മനസ്സിലായത് കിൻഷയ്ക്ക് എങ്ങനെ പറഞ്ഞു കൊടുത്താലും കിൻഷയ്ക്ക് ഇത് തലേ കയറില്ലാന്ന്. കിൻഷ ഇനിയെങ്കിൽ ചെറിയൊരു പരാജയം ഏറ്റുവാങ്ങിയ ഒരു ദുഃഖം. അതല്ല, ഒരു 4 വരി പാടിയിട്ട് പോയാൽ മതി. പാവം ഞങ്ങളുടെ മഞ്ജരിനെ നാണം കെടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞോണ്ടിരിക്കുന്നത്. എനിക്ക് അത്ര വിഷമായി പോയി മഞ്ജരി. എന്നാ ഒരു ഗെയിം ഞാനും ഒരു ആവശ്യമില്ലാതെ അവിടെ ചാരി ഇരിക്കണ്ടായിരുന്നു മഞ്ജരി. ഒരു ഗെയിം ഞാനും പറയണം കേട്ടല്ലോ. ഓക്കെ, 4 വരി. ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ, താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ. ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ, താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ. താങ്ക് യു മാം. എന്തായാലും മത്സരത്തിൽ തോറ്റെങ്കിലും നമുക്കൊരു നല്ല പാട്ട് കേൾക്കാൻ പറ്റി. കൂടെ പാടാൻ ഒരു അവസരം കിട്ടി. അതിൽ അഭിമാനിക്കാം കേട്ടോ. തീർച്ചയായും. അപ്പൊ നന്നായി പ്രാക്ടീസ് ചെയ്യാം. അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടല്ലോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. അപ്പൊ ഇനിയും കാണണം, ഇതേപോലുള്ള അഭ്യാസങ്ങളായിട്ട് ഇനി കയറണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബൈ. ഏനിതൊന്നും അറിഞ്ഞതേയില്ലേ പൊന്നാര പൂങ്കുയിലേ,
ഏനുണ്ടോടി അമ്പിളി ചന്തം ഏനുണ്ടോടി താമര ചന്തം ഏനുണ്ടോടി മാരിവിൽ ചന്തം ഏനുണ്ടോടി മാമഴ ചന്തം കമ്മലിട്ടോ പൊട്ടു തൊട്ടോ ഏനിതൊന്നും അറിഞ്ഞതേയില്ലേ പൊന്നാര പൂങ്കുയിലേ കാവളം കിളി കാതില് ചൊല്ലണ് കണ്ണിലിത്തിരി കൺമഷി വേണ്ടേന്ന് കുമ്പിളിൽ പൂമണവുമായെത്തണ് കാറ്റ് മൂളണ് കരിവള വേണ്ടേന്ന് എന്തിനാവോ ഏതിനാവോ ഏനിതൊന്നും അറിഞ്ഞതേയില്ലേ പഞ്ചാര പൂങ്കുയിലേ ഏനുണ്ടോടി ഏനുണ്ടോടി അമ്പിളി ചന്തം ഏനുണ്ടോടി താമര ചന്തം കൊച്ചരി മുല്ലതക്കം പറയണ് കാർമുടി ചുറ്റിൽ പൂവൊന്ന് കെട്ടാന് പൂത്തോരുങ്ങിയിലഞ്ഞിയും ചൊല്ലണ് മേല് വാസന തൈലം പുരട്ടാന് എന്തിനാവോ ഏതിനാവോ നീ മറിമായമെല്ലാം അറിഞ്ഞിട്ടും മിണ്ടാതെ നിക്കണല്ലേ ഏനുണ്ടോടി അമ്പിളി ചന്തം ഏനുണ്ടോടി താമര ചന്തം ഏനുണ്ടോടി മാരിവിൽ ചന്തം ഏനുണ്ടോടി മാമഴ ചന്തം കമ്മലിട്ടോ ഏനിതൊന്നും അറിഞ്ഞതേയില്ലേ പൊന്നാര പൂങ്കുയിലേ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ സൺഡേ സ്പെഷ്യൽ സെമി ഫൈനലിന്റെ 2ാം ദിനം നാളെ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. വാശിയേറിയ പോരാട്ടം നാളെയും കാണാം. അപ്പൊ അതുവരെയ്ക്കും ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്. This is Happy Jams, Sauces, Pickles and Musical Wife Grand Finale Chapter 3 powered by Eason. Bye.